നമ്മുടെ ഇന്നത്തെ റെസിപ്പി ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ചെയ്തെടുക്കുന്ന ഒരു വട്ടയപ്പമാണ് കേട്ടോ. ശർക്കര വട്ടയപ്പമാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിലേക്ക് വേണ്ട ഒരു മിക്സ് ഒന്ന് ചെയ്തെടുക്കാം. 1 കപ്പ് അളവിൽ, അത്യാവശ്യം വലുപ്പമുള്ള ഒരു കപ്പിൽ 1 കപ്പ് ഫുള്ളും അരിപ്പൊടി, വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ ഒരു സെയിം കപ്പിൽ തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒന്ന് മെഷർ ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് അതേ കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് അളവിൽ ശർക്കര, പൊടിച്ച ശർക്കരയുടെ അളവാണ് 1/4 കപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് 1.5 ടീസ്പൂണ്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് 1 കപ്പ് അളവിൽ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കണേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മിക്സി ജാറിലേക്ക് മാറ്റാം. നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാനായിട്ട് കുറച്ച് അരിപ്പൊടി ഒന്ന് കപ്പി ആച്ചി എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് എടുത്തിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി ഇതുപോലെ ഒന്ന് തിക്കായി കിട്ടണം കേട്ടോ. എന്നിട്ട് ചൂടൊക്കെ നല്ലപോലെ മാറി തണുത്തതിന് ശേഷം വേണം മിക്സിയിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണേ. എന്നിട്ട് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് ഫെർമെൻറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക്, ആ ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഈ ഒരു ബൗൾ വെച്ചിരുന്നാൽ മതി കേട്ടോ മൂടി. അല്ലെങ്കിൽ ഓവൻ ഒന്ന് 5 മിനിറ്റ് നല്ല ചൂടിൽ ഹീറ്റ് ചെയ്തിട്ട് ഓഫ് ചെയ്തതിന് ശേഷം ഓവൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ബാറ്റർ കൊടുത്തിരുന്നാലും മതി. ഏകദേശം 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ലപോലെ ഫെർമെൻറ്റ് ചെയ്ത് കിട്ടും. അല്ലാതെ നമ്മൾ നോർമലി ചെയ്യുകയാണെങ്കിൽ ഒരു 6-7 മണിക്കൂർ ടൈം എടുക്കും കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തത് ഇതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലപോലെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്ന് സ്പൂൺ വെച്ചിട്ട് അധികം മിക്സ് ചെയ്തെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മളൊരു സ്റ്റീൽ പാത്രത്തിലേക്ക്, ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മൊത്തത്തിൽ പാത്രം നിറയുന്ന രീതിയിൽ ചെയ്തെടുക്കല്ലേ, കുറച്ചൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒന്ന് നമ്മൾ ആവിയിലേക്ക് കൊടുത്തിട്ട് കുറച്ചൊന്ന് വെന്ത് വരുന്ന സമയത്ത് ടോപ്പ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ചെറീസും റൈസിൻസും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. മൊത്തത്തിൽ ഏകദേശം ഒരു 15 മിനിറ്റ് ടൈം മതി കേട്ടോ നമ്മുടെ വട്ടയപ്പം വെന്ത് കിട്ടാനായിട്ട്. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ക്രിസ്മസ് നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കണേ. മറ്റേ റെസിപ്പി ആയിട്ട് വരാം. താങ്ക്